ആക്സിഡന്റിൽ ഒരു യുവാവ് മരണപ്പെടുക. ഒരുപക്ഷെ ഇങ്ങനൊരു ന്യൂസ് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നണമെന്നില്ല. കാരണം ദിനം പ്രതി ഇതുപോലുള്ള ന്യൂസുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ മരണപ്പെട്ട ജെൻസൺ എന്ന ആ യുവാവിന്റെ മരണത്തോടെ തനിച്ചായി പോകുന്ന ഒരു ജീവനുണ്ട്. അത്രയ്ക്കും വേദനാജനകമാണ് ആ ശ്രുതി എന്ന യുവതിയുടെ ജീവിതം. വളരെ പ്രതീക്ഷയോടെ വീട്ടുകാർ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു ആ പെൺകുട്ടിയെ. അതിനുശേഷം നഴ്സായി ഒരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന്റെ അതല്ലെങ്കിൽ അവൾക്കുമേൽ പെട്ടെന്ന് ആ വിധിയുടെ വിളയാട്ടം വന്നു. അതെ, കേരളത്തെ തന്നെ പിടിച്ചു കുലുക്കിയ വയനാട് ഉരുൾപൊട്ടൽ. അച്ഛനും അമ്മയും സഹോദരിയും അടക്കം കുടുംബത്തിലെ 9 പേരും ശ്രുതി എന്ന ഈ പെൺകുട്ടിയെ തനിച്ചാക്കി എല്ലാവരും കാണാമറയത്തേക്ക് പോയി മറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീടടക്കം എല്ലാം ഒലിച്ചു പോയപ്പോൾ ഈ പെൺകുട്ടിയുടെ ജീവൻ മാത്രം ബാക്കിയായി. എല്ലാം നഷ്ടപ്പെട്ട് പകച്ചു നിന്ന അവളിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രചോദനം നൽകിക്കൊണ്ട് 10 വർഷത്തോളം താൻ പ്രണയിച്ച തൻ്റെ കാമുകനുണ്ടായിരുന്നു. അതായിരുന്നു ജെൻസൺ. എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ അവളെ അവൻ ചേർത്ത് പിടിച്ചു. ഒരുപക്ഷെ ഏതൊരു ശബ്ദത്തെയും ഏതൊരു ഒറ്റപ്പെടലിനെയും ഭയപ്പെടേണ്ടി വരുന്ന ഭീകരമായ ദിനരാത്രങ്ങൾ. അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം തന്നെ ജെൻസൺ ഇവളെ ചേർത്ത് പിടിച്ചു. ഒറ്റപ്പെടലിനോ മറ്റെന്തിനോ വിട്ടുകൊടുക്കാതെ അവളെ ഒപ്പം തന്നെ ചേർത്തു. എല്ലാ കാര്യത്തിലും നീ തനിച്ചല്ല എന്ന് അവൻ അവളിലേക്ക് പ്രതീക്ഷയേകി. പിന്നീട് 2 പേരും ചേർന്ന് വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലെത്തുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയും തന്നെ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർ വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് തന്നെ തങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെടുന്നു. അവർ വീണ്ടും രക്ഷപ്പെടാൻ, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. സാരമായ പരിക്കുകളേറ്റ ജെൻസൺ എല്ലാ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തി മരണത്തിന് കീഴടങ്ങുന്നു. എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രതീക്ഷയേകിയ പ്രിയതമനും നഷ്ടപ്പെട്ടു എന്ന വിവരം അവളോട് പറയാൻ പോലും ആർക്കും തന്നെ ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ശ്രുതിയോട് ഇക്കാര്യം തന്നെ പറയുന്നത്. അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ നിറ കണ്ണുകളോടെ ശ്രുതി അവിടെ എത്തുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഏതൊരു ക്രൂരനായ മനുഷ്യന്റെയും ഹൃദയം വിങ്ങിപ്പൊട്ടിപ്പോകുന്ന നിമിഷം. ശ്രുതി തനിച്ചല്ല, ഒരുപാട് പേർ നിനക്കൊപ്പമുണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു. കേരളം ആ പെൺകുട്ടിയെ ഒരിക്കലും ഒറ്റപ്പെടാൻ അനുവദിക്കാതെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവൾക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല നമ്മൾ നൽകുന്ന ഒന്നും എന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷേ എന്നിരുന്നാലും നീ തനിച്ചല്ല, നിനക്കൊപ്പം കേരളത്തിലെ മൊത്തം ജനങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ഉത്സാഹത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും.